എല്ലാം വരും. ഡോണ്ട് വെറി, വെരി ഹാപ്പി. പ്ലാനിങ് ടു സ്റ്റാർട്ട് വ്ലോഗ് ബ്രോ. ഐ എം പ്ലാനിങ് ടു സ്റ്റാർട്ട് വ്ലോഗ്. സജസ്റ്റ് Xiaomi CV40 നല്ലതാണ്. ഫ്രണ്ട് ക്യാമറയിൽ അൾട്രാ വൈഡ് ഒക്കെ പോകാൻ പറ്റും. സോ അപ്പൊ നമുക്ക് വ്ലോഗ് ചെയ്യാനായിട്ട് ബാക്ക് ക്യാമറ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല. 4K സപ്പോർട്ട് ഒക്കെ ഉണ്ട്. സോ Xiaomi CV is a good option for bloggers. I will also vlog with my iPhone. ഞാനും എന്റെ ഐഫോൺ വ്ലോഗ് ചെയ്യാൻ പോവാം. ഇത് ഞാൻ കുറെ കേട്ട് മടുത്തതാണ്. നിങ്ങൾ കേട്ടോ? രണ്ട് ഇതുണ്ടല്ലോ, ഫുഡ് കഴിക്കുമ്പോൾ മറ്റേ രണ്ട് സ്ക്രീനിലാവണം. അതില്ലല്ലോ ഐഫോൺ. I mean your crypto. I mean your brother is making videos related to camera and I will be making videos related to gaming and you can post it in your YouTube channel because usually every reviewer adds small part of gaming. In your game, bro, the name എന്താണ് അണ്ണാ? Call me Flash. Paishak 07 will call me Flash. ബ്രോ അവന് നിന്റെ മോഡറേറ്റർ റൊണാൾഡോ ഫാനാടാ. അതാ കുഴപ്പമില്ല. അതെന്തോ ആയിട്ട് ആൾക്കാർക്ക് എന്ത് ഫാനും ആവാം, അതൊന്നും വിഷയമല്ല. ഇങ്ങോട്ട് ചൊറിയാൻ വരില്ല, അത്രേ ഉള്ളൂ. അത് ശരിയാ. നമ്മളെ ഫാനിസം വെച്ചോണ്ട് ഫാനിസം മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ വിജയ് ഫാനാണ്. ഞാൻ ഒരിക്കലും അതിന് മറ്റേ വേറെ ഒരു ചെറുക്കുണ്ട് അപ്പൊ പൊന്നു അവനെയൊന്നും പോലെ വന്നിട്ട് എന്റെ വിജയണ്ണൻ മറ്റേ കോപ്പ അമേരിക്കയിൽ പോയി കളിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും തോപ്പിച്ച ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങേരെ തന്നെ കോമാളിയാക്കണ കുറെ എണ്ണുണ്ട്. അതുപോലെ ഒന്നും ആവരുത്, അത്രേ ഉള്ളൂ. നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അത് നമ്മളെ മനസ്സിൽ വെച്ചേക്കുക. അയാളല്ല ഇഷ്ടം. ഒന്നാമത്തെ കാര്യം തന്നെ അയാളുടെ ആക്ടിംഗ് ആണ് ഇഷ്ടം. ആക്ടിംഗ് ആണെങ്കിലും ഓരോ ആൾക്കാരുടെ ടാലന്റ് ആണ്. നമുക്ക് ഫുട്ബോളില് നമുക്ക് ഇഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിയാനോ റീവ്സ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യണ ഒരു മനുഷ്യൻ അങ്ങേരാണ്. ഞാൻ അയാളെ ഫോളോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. അതാണ് മനുഷ്യൻ. സോഷ്യൽ മീഡിയയിൽ ഇല്ല. ഇതേപോലെ വന്ന് ഹേറ്റ് അടിക്കുമെന്ന് അറിയാം ഓരോരുത്തന്മാര്. അതുകൊണ്ടാണ് അയാൾക്ക് ഇവിടെ പെയ്ഡ് സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് വാട്സാപ്പ് മാറ്റി അവസാനം വാട്സാപ്പ് ഫുൾ സ്റ്റക്ക് ഡേറ്റ ഉപേക്ഷിക്കേണ്ടി വരും. അത് തന്നെയാണ് ഈ നമ്മൾ ഈ ഐഫോൺ ടു ഐഫോൺ ഡേറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. മറ്റേ നമുക്കിപ്പോ ഐഫോണിൽ ഇപ്പൊ വാട്സാപ്പ് ഡേറ്റ തന്നെ നമുക്ക് മറ്റേ QR കോഡൊക്കെ വെച്ച് തന്നെ നമുക്ക് കോപ്പി ചെയ്യാനൊക്കെ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയേ, പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ആൻഡ്രോയിഡ് ടു ഐഫോൺ അല്ലെങ്കിൽ ഐഫോൺ ടു ആൻഡ്രോയിഡ് വരുമ്പോൾ പണിയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ മറ്റേ ഈ ക്ലൗഡ് ഒക്കെ മേടിച്ച് അതിലെപ്പോഴും ബാക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക. പാടാണ്. എൻഡ് ഓഫ് ദ ഡേ. ടെക്നോ ഫ്ലിപ്പ് CR7 സൂയി തള്ള മറ്റേ അവൻ വന്നിട്ടുണ്ടോ നമ്മളെ മറ്റേ എന്തോ പറഞ്ഞവനാണ്. സൈക്ക് അങ്കിൾ എന്ന് വിളിച്ചവൻ. സൈക്ക് നെഡ് ബൈ ഹൗ ടു ബൈ ഫ്രം UAE നോട്ട് ഗോയിങ്. PS I don't have friends. ഹൗ ടു ബൈ ഫ്രം UAE ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വരുത്തുക. അല്ലെങ്കിൽ നീ ഇവിടെ വല്ലപ്പോഴും വിസിറ്റിന് വരികയാണെങ്കിൽ അവിടെ ഇവിടെ വന്ന് അങ്ങനെ മേടിക്കാല്ലോ. അത് കാര്യമില്ലടേ. നമ്മളെ യൂഷ്വലി ആരെങ്കിലും കാണും ഇവിടെ ദുബായിലുള്ള. അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സാധനം എത്തിക്കാന്നേ ഉള്ളൂ. അഭിജിത്ത് സുരേഷ് ബ്രോന്റെ സോഹോ വീഡിയോ ആസ് എ സോഹോ എംപ്ലോയി ലവ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. ഞാൻ സത്യം പറഞ്ഞ സോഹോ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി അറിയുന്നത് ഒരു ന്യൂസ് എന്നെ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ്. ഞാൻ നമ്മുടെ എക്സിൽ ഇരുന്ന സമയത്ത് ഈ പറഞ്ഞ ആഫ്രിക്കൻ മാർക്കറ്റിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റോ ഗൂഗിളോ ഒന്നും അല്ലാതെ പേര് അവിടെ ഇവിടെ കണ്ടിട്ടില്ല. ഇവർ എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെയാണ് മനസ്സിലായത് നമുക്കൊരു നമ്മുടെ ഈ സാധനം സെമി കണ്ടക്ടർ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ തൊപ്പി ഇൻ ദ ചാറ്റ് തൊപ്പി വന്ന തൊപ്പിയെ ഞാൻ നേരിട്ടൊന്ന് കാണുന്നുണ്ട്. അവനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ അത് അന്നേ പറഞ്ഞൊരു സാധനമാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരുത്തന്നെ അതിൽ ഇരുത്തി ഞാൻ ചെയ്യുന്നു. നറുക്ക് വീണിരിക്കുന്നത് തൊപ്പിക്കാണ്. തൊപ്പിയെ ഞാൻ നേരിട്ട് കാണുമ്പോൾ ഞാനൊരു ലൈവ് ഇടും. എല്ലാരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. വെയിറ്റിംഗ് എന്തിനാണെങ്കിലും അതിന് എന്തായാലും അവന് ആൻഡ്രോയിഡ് ഫോണിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്യാൻ എനിക്കൊരു DM അയക്കാം. എനിക്ക് ആ വഴി KGF 4 റിവ്യൂ ചെയ്യുമോ ബ്രോ? KGFന്റെ വലിയ ഫാനാണ് സൈഡിൽ ഇരിക്കണത്. ഈ വലിയ ഫാനിനെ KGF കാണിപ്പിച്ചത് എനിക്കറിയാം.
KGF പാർട്ട് 1. ഞാൻ KGF കണ്ട് പ്രാന്തനായിട്ട് ഇറങ്ങി നാട്ടുകാരത്തൊക്കെ ഞാൻ പറയുമായിരുന്നു, എടാ KGF പോയി തിയേറ്ററിൽ കണ്ടാ, KGF പോയി തിയേറ്ററിൽ കണ്ടാ. അവസാനം ഞാൻ ടിക്കറ്റ് എടുത്ത് വിട്ട്. അങ്ങനെയാണ് ഈ സനി കണ്ടു അവസാനം കുടിലും മട വന്ന്. ഐഫോൺ വിരോധി സനി ഐഫോൺ 10 എടുക്കാനായിട്ട് ഓർമ്മേണ്ടത് ഇറങ്ങിയ സമയത്ത്. ഒന്നാമത്തെ കാര്യം ആ 10 മുതലാണ് യവന്മാരെ പ്രൈസ് കൂടിയത്. ആ സമയം മുതൽ പിന്നെ യവന്മാര് മുടിഞ്ഞ കാശും അതുവരെ സത്യം പറഞ്ഞ ഐഫോൺ ഒരു അമ്മയുടെ പഴയ പ്രൈസിങ് അടിപൊളിയായിരുന്നു. ലൈക് 60, 50, ആ ഒരു പ്രൈസ് നിന്നിപ്പിന് 1 lakh ഇടയാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ബിക്കോസ് ഫീച്ചർ മാക്സിമം അമ്മമാര് ബാക്കിലോട്ട് ആക്കി വെച്ചിട്ട് പതുക്കെ അതിന്റെ പ്രൈസ് ആക്കാൻ വേണ്ടി അങ്ങനെയാണ് അമ്മമാര് ഇടുന്നത്. ടാക്ടിക്കലാണ്. ഞാൻ എനിക്ക് ഒരു ഹേറ്റും ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഫെൽറ്റ് വെരി ഓവർ റേറ്റഡ്. ആ പ്രൈസിന് നിങ്ങൾ എന്തെങ്കിലും ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നാലോചിച്ചോക്ക്, ആ 10 ഇറങ്ങണ വരെ ആപ്പിൾ ഒന്നും അല്ലായിരുന്നു. ഈ 10ന് ശേഷം ആ കമ്പനിയുടെ വളർച്ച മാത്രം നോക്കിയാൽ മതി. അവന്മാർ ആ ബിസിനസ് സൈഡിലോട്ട് കയറിയതിനു ശേഷം ആപ്പിൾ ഇപ്പൊ $1 trillion കമ്പനിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഇപ്പൊ ആ കാശ് എന്നുള്ള ഒരു സംഭവം മാത്രം മതി. അല്ലാതെ അവന്മാർക്ക് ആ ഫോണും ഡിസൈനും ഒന്നുമില്ല, ഒരു വിഷയമല്ല. എനിക്ക് ചില കാര്യങ്ങളിൽ അവന്മാരുടെ ആ ഒരു എത്തിക്സും ബിസിനസ് എത്തിക്സും ഒട്ടും പറ്റൂല. ബിക്കോസ് ഒരു കസ്റ്റമേഴ്സ് ആയിട്ട് ഒരു ഇതില്ല. അവന്മാർക്ക് ആ ഒരു കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ളൊരു സംഭവം ഇല്ല. അവന്മാരുടെ തോന്നിയവാസത്തിന് അവന്മാർക്ക് ഇഷ്ടമുള്ള ഫീച്ചർ അവന്മാർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള മോഡലിൽ ഇറക്കും. അതാണ് പ്രശ്നം. അതാണ് ഞാനും പറയണത്. സംഭവം എന്ന് പറഞ്ഞാ ഇത്രേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഒരു ഇല്ലാത്ത സാധനം, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. അത് എവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ സാംസങ് വിരോധിയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ മോശം പറയുന്ന സാംസങ്ങിനെ പറ്റിയാണ്. നമ്മൾ എല്ലാ ഫോണുകളുടെയും അവന്മാർക്ക് ആ ഒരു കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ളൊരു സംഭവം ഇല്ല. അവന്മാരുടെ തോന്നിയവാസത്തിന് അവന്മാർക്ക് ഇഷ്ടമുള്ള ഫീച്ചർ അവന്മാർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള മോഡലിൽ ഇറക്കും. അതാണ് പ്രശ്നം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ സാംസങ് വിരോധിയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ മോശം പറയുന്ന സാംസങ്ങിനെ പറ്റിയാണ്. നമ്മൾ എല്ലാ ഫോണുകളുടെയും എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സാധനം ഞാൻ പറയാം, തുറന്നു പറയാം. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി, ഞാൻ ഹന്നയുടെ ബെസ്റ്റിയാണ്. നൈസ് ടു മീറ്റ് യു. അത് അവന്റെ ഇഷ്ടം. അതിലിപ്പോ വിരോധിയാവുകയോ ലവർ ആവുകയോ എന്നുള്ള സംഭവം ഇറ്റ്സ് നോട്ട് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള സാധനമാണ്. വാങ്ങുന്ന സാധനത്തിന് കറക്റ്റ് ആയിട്ട് അവൻ യൂസ് ചെയ്തിട്ട് അവന് തോന്നിയ കാര്യങ്ങൾ അവൻ പറയും. അതിനകത്ത് വിരോധമൊന്നും ഇല്ലല്ലേ. ഈ ആപ്പിൾകാരന്മാർ അവന്റെ എന്തെങ്കിലും എടുത്തോണ്ട് പോയാ വിരോധിക്കാനായിട്ട് ഇഷ്ടമല്ലാണ്ട് നീ ഇത്രയും കാശ് സാധനങ്ങൾ വാങ്ങിക്കണത് ജസ്റ്റ് ചെയ്യാനായിട്ട്. തൊപ്പി എന്തോ പറയുന്നുണ്ട്. തൊപ്പി എവിടെയാണ് പറഞ്ഞത്? അവന് സൂപ്പർ ചാറ്റ് ചെയ്താ പോലെ വലിയ ഇൻഫ്ലുവൻസർ. അതാണ് സൂപ്പർ ചാറ്റ് തൊപ്പി ഇവിടെ ഉണ്ടെങ്കിൽ. ഓ അങ്ങനെ അവൻ ജാസ്മിനൊക്കെ അയക്കുള്ളൂ. നമുക്ക് നമ്മള് പാവപ്പെട്ടോ. എന്നിട്ട് ജാസ്മിൻ ഇഗ്നോർ ചെയ്തെന്നു പാവം. എവിടെയാണ് തൊപ്പി? എനിക്ക് കാണാൻ പയ്യനോടെ എനിക്ക് കാണാൻ പയ്യട്ടാ. ബ്രോ ഐഫോൺ ഇത് തന്നെ കണ്ടാ? ബ്രോ ഐഫോൺ ഹാസ് ദ ബെസ്റ്റ് സേഫ്റ്റി. സനി എന്താണ് പറയാനുള്ളത് ഐഫോണിന്റെ സേഫ്റ്റിയെ പറ്റി? ഈവൻ ഐ ഓൾസോ എഗ്രി. പ്രിവസി ഹാക്ക് ആയിട്ടുണ്ട്. ലൈവാണ്, നിങ്ങളുടെ ലൈവ് റിയാക്ട് ചെയ്യുക. അവൻ മറ്റേ റൂട്ടറാ. ലുക്ക് ലൈക്ക് പീഡകനാ. പിന്നെ അവൻ പിന്നെ ഋത്തിക് റോഷനെ പോലെ ഇരിക്കണം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സായി കൃഷ്ണയാണോ സീക്രട്ട് ഏജന്റ് ആണോ ഇഷ്ടം? എന്ത് ചെയ്യാൻ സീക്രട്ട്? ഞാൻ സീക്രട്ട് ഏജന്റ് ഫാനാണ്. പക്ഷെ അവന് വെറുതെ ബിഗ് ബോസിൽ പോയിട്ട് ഒരു കാര്യമില്ല. എന്നാലും കുഴപ്പമില്ല. ഐ വിൽ കം ബാക്ക്. ഞാൻ പറയാം ഈ മൂവി റിവ്യൂ
അപ്പൊ ഞാൻ പോണ് ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ലൈവ് നിർത്താൻ പോവുകയാണ്. ഓക്കേ ഗൈസ്. ഓക്കെ call me Flash guys. Bye bye. Bye guys. Subscribe.